അത് കായിക വകുപ്പിന്റെ റിപ്പോർട്ട് ബഹുമാനായ മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൈമാറിയതാണ്. ആ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം ആ വിഷയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് പോകേണ്ടതെന്ന് കണക്കാക്കുന്നില്ല. എന്തായാലും 2018 മുതൽ 26 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ കേരളത്തിന് വേണ്ടി വിവിധ മത്സരങ്ങളിൽ മെഡൽ നേടുകയും നല്ല രീതിയിൽ മത്സരങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്ത ഒട്ടനവധി കായിക താരങ്ങൾക്ക് അവർക്ക് കൊടുക്കേണ്ട വളരെ ചെറിയ പ്രൈസ് മണി പോലും കൊടുക്കാതിരുന്ന സമയത്താണ് 200 കോടി രൂപ ചെലവഴിച്ച് കേരളത്തിനകത്തേക്ക് മെസ്സിയെ കൊണ്ടുവരുന്ന ഒരു പ്രൊജക്റ്റുമായി കഴിഞ്ഞ ഗവൺമെന്റ് മുന്നോട്ട് പോയത്. ആ താല്പര്യത്തെ കാണാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. അതൊരു വലിയ താല്പര്യം തന്നെയായിരുന്നു. ശേഷം പറഞ്ഞത് റിപ്പോർട്ട് വന്ന ശേഷം പറഞ്ഞത് സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള ഇടപാടാണ്, സർക്കാർ നഷ്ടം ഉണ്ടാവില്ല എന്നൊക്കെയാണ്. പക്ഷേ അവിടുത്തെ ഇന്ത്യൻ അംബാസഡർക്ക് പോലും ഇവിടുത്തെ സംസ്ഥാന സർക്കാർ കത്തയച്ചിരിക്കുകയാണ് ഈ കമ്പനി AFA തമ്മിലുള്ള കരാർ ലംഘനത്തിൽ അതിൽ ഇടപെട്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്. അല്ല, സംസ്ഥാന ഗവൺമെന്റിന് സാമ്പത്തികമായ നഷ്ടമുണ്ടോ നഷ്ടമില്ലേ എന്നുള്ളതല്ല, ഒരു ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നടത്തേണ്ടുന്ന ഇടപെടലുകളിൽ പാലിക്കേണ്ട ജാഗ്രതയും പാലിക്കേണ്ട പ്രൊസീജിയേഴ്സും പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പ്രശ്നം. സർക്കാരിൻ്റെ പേര്, സർക്കാരിൻ്റെ സ്റ്റേഡിയം, ഭരണകേന്ദ്രം, കേന്ദ്രാനുമതി അപേക്ഷകൾ, ചീഫ് സെക്രട്ടറി തല യോഗങ്ങൾ, വിദേശ പണമടവ് സൗകര്യപ്പെടുത്തുന്നതിനുള്ള അവസരങ്ങൾ, അതെല്ലാം ഒരു സ്വകാര്യ ഇവന്റ് മാനേജ്മെന്റിന് സർക്കാർ എൻഡോഴ്സ് ചെയ്ത് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് ആ സ്വകാര്യ ഇവന്റ് മാനേജ്മെന്റിനെ സെലക്ട് ചെയ്തത്? അതിന് മറ്റെന്തെങ്കിലും മുഖ്യമന്ത്രി ചോദിച്ച പോലെ മറ്റേതെങ്കിലും രീതിയിൽ ഒരു ഓപ്പൺ കോൾ ഉണ്ടായിരുന്നു? അവരെ ഏത് രീതിയിലാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചുമതലപ്പെടുത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്? അവരും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും തമ്മിൽ കരാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതുകൊണ്ടായില്ലല്ലോ. സർക്കാരിൻ്റെ കൈവശം അത്തരം രേഖകളില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലുള്ള പല കാര്യങ്ങളും പല ഫയലുകളും ഇവിടെ ലഭ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ അതിനെ സംബന്ധിച്ച് കൂടുതലായി അന്വേഷിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ കരാറ് ഇപ്പോൾ തന്നെ പറയുന്നത് അത് രഹസ്യ സ്വഭാവമുള്ള കരാറാണ് എന്നാണ് പറയപ്പെട്ടിരുന്നത്. ആർക്കും ലഭ്യമായിരുന്നില്ല. ഇവിടെ ഗവൺമെന്റ് ഫയലിലില്ല. പക്ഷേ ഡൽഹി ഹൈക്കോർട്ടിൽ സബ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു കേസുമായി ബന്ധപ്പെട്ട് സബ്മിറ്റ് ചെയ്യപ്പെട്ടതിൽ ആ കരാർ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. എന്തായാലും ഗവൺമെന്റ് കൈവശം അത്തരം ഒരു കരാർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗവൺമെന്റിന്റെ കൈവശം ആ കരാറിന്റെ വിശദാംശങ്ങളില്ല എന്നിരിക്കെ ഗവൺമെന്റ് എന്തിനാണ് മറ്റെല്ലാ സൗകര്യങ്ങളും ഓഫർ ചെയ്യുന്നത്? എന്തിനാണ് മറ്റ് കത്തിടപാടുകൾ വീണ്ടും വീണ്ടും നടത്തുന്നത്? ഗവൺമെന്റിന്റെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും അതിനുവേണ്ടി ഒരുക്കി കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്യേണ്ട സാഹചര്യം എന്താണുള്ളത്? അപ്പോൾ ഗവൺമെന്റിന് പരിപൂർണമായും ബോധ്യമില്ലാത്ത ഒരു സ്വകാര്യ കരാറിന് വേണ്ടി ഗവൺമെന്റ് നിന്ന് കൊടുക്കേണ്ട സാഹചര്യമുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വിശദമായ പരിശോധന സ്വാഭാവികമായിട്ടും നടത്തപ്പെടേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് അത് വിശദമായ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളതും ആ പരിശോധന നടക്കുന്നു. അല്ല, പണം കൊടുത്തില്ലേ എന്നുള്ളതിനേക്കാൾ ഉപരി ഇപ്പോൾ ഇവിടെ ഒരു അപേക്ഷ വന്നാൽ, ഒരു പ്രപ്പോസൽ വന്നാൽ, ഒരു കത്ത് വന്നാൽ, ആ കത്ത് എങ്ങനെയാണ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യേണ്ടത്? അതെങ്ങനെയാണ് തപാൽ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടത്? അതെങ്ങനെയാണ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൈമാറി? ഇതിനൊക്കെ വളരെ കൃത്യമായി തന്നെ ഒരു പ്രൊസീജിയർ പറഞ്ഞു വെക്കുന്നുണ്ട്. റൂൾസ് ഓഫ് ബിസിനസ്സിൽ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അത്തരം നടപടിക്രമങ്ങളൊന്നും തുടക്കം മുതലേ പാലിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ തുടക്കം മുതലേ തന്നെ ഗവൺമെന്റും ഗവൺമെന്റിന്റെ ഇൻട്രസ്റ്റും എങ്ങനെ ഇവർക്ക് അനുകൂലമായി, ഈ സ്വകാര്യ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് അനുകൂലമായി, അവരെങ്ങനെയാണ് ഇതിൽ ട്രൂപ്രൊഡന്റ് LLC എന്ന് പറയുന്ന അർജന്റീനയുമായി കരാറിൽ ഏർപ്പെടുന്ന ആ കമ്പനിയുമായി ബന്ധപ്പെട്ടത് എന്നടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തതക്കുറവ് വകുപ്പിന്റെ മുൻപിലുണ്ട്. നമുക്ക് കൃത്യമായ വ്യക്തമായ ഫയലുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ അതാണ് പരിശോധിക്കപ്പെടേണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ തമ്മിലുണ്ടായ കരാർ സർക്കാർ കണ്ടിട്ടില്ലല്ലോ. സർക്കാർ എന്ന് പറയുന്നത് മന്ത്രിയും മന്ത്രി ചുമതലപ്പെടുത്തിയ സ്പോൺസറും അവർ മാത്രം കണ്ടതുകൊണ്ടായില്ലല്ലോ. വകുപ്പിൽ അത് ഉണ്ടാകണ്ടേ, ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഉണ്ടാകണ്ടേ? അതുണ്ടാകുന്നില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് ആധികാരികമായി നമുക്ക് പറയാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് സാധിക്കില്ല. അല്ല, അത് ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ. അത് ഒരു പരിശോധന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റിപ്പോർട്ടിനെ സംബന്ധിച്ച് ആ പരിശോധന പൂർത്തിയാക്കപ്പെടുന്നതിന് മുമ്പ് മുഴുവൻ കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ആരും അതിനെപ്പറ്റി കൂടുതൽ വിശദാംശങ്ങൾ പറയാത്തത്. എന്നാൽ കൂടി നിങ്ങൾ മാധ്യമങ്ങൾക്ക് കുറേയേറെ കാര്യങ്ങളൊക്കെ നിങ്ങളുടേതായ സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.